ഇടത് നിരീക്ഷകൻ ശ്രീ എം ജയചന്ദ്രനിലേക്കാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഈ SDPIയുമായി നീക്കുപോക്കില്ല എന്നൊക്കെ ബേബി കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ശൈലിയിൽ മാറ്റം വന്നിരിക്കുകയാണ്. മാത്രവുമല്ല, വളരെ ഇവിടെ രഹസ്യമായി ചില നീക്കുപോക്കുകൾ നടത്തിയിരിക്കുകയാണ്. പല മണ്ഡലങ്ങളിലും SDPIയുടെ പിന്തുണ CPM തേടിയിട്ടുണ്ട്. അതിനുള്ള രഹസ്യ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇക്കാര്യം ശിവൻകുട്ടി സ്ഥിരീകരിക്കുന്നുണ്ട്. ശിവൻകുട്ടിയും അതുപോലെ CPMന്റെ നേതാക്കളും SDPIയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് SDPIയുടെ സംസ്ഥാന നേതാവ് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട്. നേമത്തെ വോട്ട് വളരെ കൃത്യമായി SDPIയിൽ നിന്നും വാങ്ങിച്ചെടുത്തതായി ശിവൻകുട്ടി സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ AK ബാലൻ എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയ പ്രതികരണം നടത്തുന്ന AK ബാലന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. SDPIയെ നന്നാക്കാൻ വേണ്ടി അവർ ഒന്ന് സഹകരിച്ചോട്ടെ എന്ന് AK ബാലൻ പറയുമ്പോൾ, ഈ അഭിമന്യുവിനെ പോലെ ഉള്ള ആളുകളെയൊക്കെ മറന്നുകൊണ്ടാണ് CPMന്റെ നീക്കം എന്നുള്ള വിമർശനം കൂടി വരുന്നുണ്ട്. ഒന്ന് AK ബാലന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഇത്തരം സംഘടനകളിലുള്ള ജനങ്ങളെല്ലാം കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് അവരെല്ലാം രാജ്യശത്രുക്കളാണ്, രാജ്യത്തിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ് എന്ന് ഞങ്ങൾ മുദ്ര കുത്തൂല, ചപ്പ കുത്തൂല. ഞങ്ങൾ അങ്ങനെ കുത്തുന്നത് തെറ്റാണ്. അപ്പോൾ അത്തരം സംഘടനകളിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ അടക്കം റിഫൈൻ ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണ് ഇലക്ഷൻ. അതുകൊണ്ട് ആ ഇലക്ഷന്റെ ഘട്ടത്തിൽ ഞങ്ങളുടെ ആശയങ്ങൾ എല്ലാ വിഭാഗത്തോടും പറയുന്നതോടൊപ്പം തന്നെ ഇത്തരം ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയം തലക്ക് കയറിയിട്ടുള്ള ആൾക്കാരോട് ഞങ്ങൾ പറയും. ആ പ്രക്രിയ ഒരു ഇലക്ഷന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അത് ഇനിയും നിർവഹിക്കും. ഒരു പാർട്ടി സംഘടനയോടോ സംഘടനാ നേതാക്കളോടോ ഞങ്ങൾ പറയില്ല, അതിലുള്ള ജനങ്ങളോട് ഞങ്ങൾ പറയും. കാരണം ആ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടതാണ്. തെറ്റായ രൂപത്തിൽ ചിന്തിപ്പിക്കുന്ന ലീഡർഷിപ്പിനെതിരായി മതനിരപേക്ഷമായി ചിന്തിപ്പിക്കാനുള്ള ബാധ്യത കൂടി ഞങ്ങൾക്കുണ്ട്. അതിന്റെ വേദിയാണ് ഈ ഡെമോക്രാറ്റിക് എക്സർസൈസ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വിശ്വസിച്ച ജനങ്ങളോട് വോട്ടിന് ചോദിക്കും, അപ്പീൽ ചെയ്യും ഞങ്ങൾ. അത് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീ എം ജയചന്ദ്രൻ, AK ബാലന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. AK ബാലൻ പറയുന്നത് ഈ SDPIയൊക്കെ റിഫൈൻ ചെയ്യാനുള്ള, അവരെ ഒന്ന് പരിഷ്കാരികളാക്കി ഒന്ന് നന്നാക്കിയെടുക്കാനുള്ള വേദിയായി ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്താമെന്ന്. ആരാണിത് പറയുന്നത്? അഭിമന്യു എന്ന് പറയുന്ന 19 വയസ്സുകാരൻ SDPIയുടെ കൊലക്കത്തിക്ക് ഇരയായാണ് കൊല്ലപ്പെട്ടത്. ആ 8 വർഷങ്ങൾക്കിപ്പുറം നേമത്ത് ശിവൻകുട്ടി മത്സരിക്കുമ്പോൾ ഈ SDPIയുടെ പിന്തുണ വളരെ കൃത്യമായി വാങ്ങിയെടുക്കുകയാണ്. ഇതിനോടുള്ള ഒരു മാധ്യമത്തിൻ്റെ ചോദ്യത്തിനാണ് AK ബാലൻ്റെ മറുപടി ഉണ്ടായത്. നമ്മളത് സംപ്രേഷണം ചെയ്തത് അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. അങ്ങേക്ക് പ്രതികരിക്കാം. നീലിമ പറഞ്ഞ അർത്ഥമല്ല എനിക്കത് കേട്ടപ്പോൾ മനസ്സിലായത്. SDPI ലീഡേഴ്സിനെയല്ല, SDPIയുടെ ആ ഒപ്പം ലീഡേഴ്സിന് താഴെ നിൽക്കുന്ന അണികളെ റിഫൈൻ ചെയ്യാൻ ആണ് ബാലൻ പറഞ്ഞതെന്നാണ് എനിക്കത് കേട്ടപ്പോൾ മനസ്സിലായത്. പക്ഷെ നീലിമ മനസ്സിലാക്കിയത് SDPIയെ മൊത്തത്തിൽ റിഫൈൻ ചെയ്യാനായിട്ടാണ് ബാലൻ പറഞ്ഞതെന്നാണ്. അല്ല, ലീഡേഴ്സ് ആയാലും അണികളായാലും SDPI എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് AK ബാലൻ പറയുന്നത്. അല്ല, രണ്ടും രണ്ടായിട്ടാണല്ലോ ബാലൻ പറഞ്ഞത്. ബാലൻ ലീഡേഴ്സിനെയും അണികളെയും വേർതിരിച്ച് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ നേതൃത്വത്തിന്റെ പുറകെ പോവില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് പറയുന്നത്. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നീലിമ ഇപ്പൊ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമൊക്കെ ഒരുപാട് സംസാരിച്ചല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം സംസാരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചോളം ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയാണ്. അവരുടെ അടിസ്ഥാന സ്വഭാവം തന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വേറൊരു ചർച്ച നടന്നത് നിങ്ങളാരും അറിഞ്ഞില്ല ഇതിൻ്റെ ഇടയ്ക്ക്. ആ ചർച്ചയെക്കുറിച്ച് എന്താണ് പറയാത്തത്? ആ ചർച്ച നടക്കുന്നത് 2023 ജൂൺ 14 RSS നേതൃത്വവും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വവും തമ്മിലായിരുന്നു ചർച്ച. ഡൽഹിയുടെ നടന്നത് എവിടെയായിരുന്നു? ഡൽഹിയുടെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗിന്റെ വസതിയിൽ, സ്വന്തം വീട്ടിലാണ് നടന്നത്. രാവിലെ ജൂൺ 14 രാവിലെ. അതില് RSSനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആരൊക്കെയാണെന്ന് അറിയാമോ? രാംലാൽ ഒന്ന്, മറ്റൊന്ന് ഇന്ദ്രേഷ് കുമാർ, മറ്റൊരാള് കൃഷ്ണഗോപാൽ. ഇവരാണ് RSSനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. ജമാഅത്തെ ഇസ്ലാമെ പ്രതിനിധീകരിക്കുന്ന നിയാസ് ഫാറൂഖിയും ഫസലുർ റഹ്മാൻ ഖാസിമിയും. അതുകൂടാതെ പിന്നെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത പ്രമുഖരെ കുറിച്ച് പറയാൻ ഒന്ന് നജീബ് ജംഗ് ഉണ്ടായിരുന്നു ഒന്ന്. മറ്റൊന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങ് പോയിന്റിലേക്ക് വരുമല്ലോ. അല്ല, എനിക്ക് പറയാനുള്ള അവകാശമില്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല നോക്കാം. എനിക്ക് നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ടോ? ഒരു വട്ടം അതൊന്ന് പൂർത്തിയാക്കൂ. കാരണം വളരെ കുറച്ച് സമയമേ നമ്മുടെ മുന്നിൽ.
അല്ല എനിക്ക് ധൃതിയില്ല, ഞാൻ വേറെ ദിവസത്തിൽ പറഞ്ഞോളാം. അങ്ങ് പറഞ്ഞോളൂ. നിർത്തിയേക്കാം. അങ്ങ് പറഞ്ഞോളൂ. ബാക്കിയുള്ളവർ പറഞ്ഞു. എനിക്ക് സമയത്തിന് ധൃതിയില്ല. RSS നേതൃത്വവും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വവുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പറയൂ. ഇല്ല, എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. അത്രേ ഉള്ളൂ കാര്യം. എനിക്ക് സമയമുണ്ട്, ഞാൻ മിണ്ടുന്നില്ല. നിങ്ങൾ ബാക്കിയുള്ളവര് പ്രിയപ്പെട്ട കേണലുണ്ടല്ലോ, റജി ഉണ്ടല്ലോ, അവിടെ സംസാരിക്കട്ടെ. ഞാൻ പോയിന്റ് ഒന്ന് പൂർത്തീകരിക്കൂ. ഞാൻ സമയക്കുറവ് കൊണ്ട് ഇടപെട്ടതാണ്. അങ്ങൊന്ന് ക്ഷമിക്കുക. അങ്ങൊന്ന് ക്ഷമിക്കുക. ഞാൻ സമയക്കുറവ് കൊണ്ട് ഇടപെട്ടതാണ്. അങ്ങ് പോയിന്റ് ഒന്ന് പൂർത്തീകരിക്കൂ. ആയിക്കോട്ടെ, താങ്കളുടെ വിലയേറിയ സമയത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിർത്തിയിരിക്കുന്നു. ബാക്കിയുള്ളവർ സംസാരിച്ചോട്ടെ.